സൈബർ അറസ്റ്റ് തട്ടിപ്പിന് ഉപയോഗിച്ച ഗാഡ്ജറ്റുകൾ പൂട്ടാൻ കേന്ദ്ര സർക്കാർ. തട്ടിപ്പിന്റെ ഭാഗമായ ഐഡികൾ ബ്ലോക്ക് ചെയ്യാൻ വാട്സാപ്പിന് നിർദ്ദേശം നൽകി. ബ്ലോക്ക് ചെയ്ത ഐഡിയിൽ 180 ദിവസത്തെ ഡേറ്റയും ഉപഭോക്താക്കളിന് കൈമാറരുതെന്നും നിർദ്ദേശമുണ്ട്. വിഷ്ണുപ്രസാദ് ചേർന്നു വിശദവിവരങ്ങളുമായി. വിഷ്ണുപ്രസാദ്, നിർണായകമായ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ സൈബർ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? മോത്തി 3000 കോടി രൂപയോളമാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ സൈബർ തട്ടിപ്പുകാർ രാജ്യത്ത് നിന്ന് തട്ടിയെടുത്തത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെ ഇതൊരു ഗുരുതരമായ വിഷയമാണ് എന്നും ഇതിലേക്ക് അടിയന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സുപ്രീം കോടതി സ്വമേധയാ എടുത്തൊരു കേസ് പരിഗണിക്കവേ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവിധ മന്ത്രാലയങ്ങളുടെ ഒരു ഉന്നതതല യോഗം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ചേർന്നത്. ആ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാൻ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സൈബർ തട്ടിപ്പിന്, അതായത് ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സൈബർ തട്ടിപ്പിന് ഉപയോഗിച്ച ഐഡികൾ ലോക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വാട്സാപ്പിന്. ഇത് മാത്രവുമല്ല, ഇത്തരത്തിൽ ലോക്ക് ചെയ്യപ്പെടുന്ന ഐഡികളിലെ 180 ദിവസത്തെ വിവരങ്ങൾ IT ആക്ട് പ്രകാരം മരവിപ്പിക്കണമെന്നും അത് ഉപഭോക്താവിന് തിരിച്ചു കിട്ടാൻ പാടില്ല എന്നുമുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്കൈപ്പ് എന്ന് പറയുന്ന ഒരു വീഡിയോ കോളിംഗ് ആപ്പിന് സമാനമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കൂടാതെ ഈ വ്യാജ ലോഗോകൾ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ആയാലും CBIയുടെ ആയാലും EDയുടെ ആയാലും എല്ലാം തന്നെ വ്യാജ ലോഗോകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുമെന്ന് മെറ്റ സർക്കാരിനും ഉറപ്പ് നൽകിയിട്ടുണ്ട്. മോത്തി. ശരി വിഷ്ണു.